പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മള് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗൺ ഫെസ്റ്റിന്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി ക്ലാസ്സുകൾ ഓൺലൈൻ ആയി ഉണ്ടായിരുന്നു. ആദ്യ ദിവസം നമ്മൾ ഫിസിക്സില് ആദ്യത്തെ 3 പാഠങ്ങളാണ് പ്രധാനമായി ചർച്ച ചെയ്തത്. അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം വേണുമാഷും ജയറാം മാഷും ഗണിതവും കെമിസ്ട്രിയും എടുക്കേണ്ടായി. ഇന്ന് വീണ്ടും നമ്മൾ ഫിസിക്സ് ക്ലാസ് ആരംഭിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി ഫിസിക്സിലെ പ്രധാനമായും 7 പാഠങ്ങളിലെ 3 പാഠങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 3 പാഠങ്ങളുടെയും പ്രത്യേകത ഇത് 3ഉം വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇനി നമുക്ക് 4ാമത്തെ പാഠം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ പ്രതിപതനം, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ളതാണ്. അപ്പോ അതില് 5ാമത്തെ പാഠം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞതാണ്. 6ാമത്തെ പാഠം എന്ന് പറയുന്നത് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഇങ്ങനെ 3 പാഠങ്ങൾ ലൈറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്, പ്രകാശവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ കൂട്ടുകാരും എത്തിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒന്നിച്ച് എല്ലാ പരീക്ഷകളിലും വിജയം കൈവരിക്കുന്നതിന് എല്ലാ ആശംസകളും നൽകിക്കൊണ്ട് തുടങ്ങുന്നു. ഞാൻ ഒരിക്കൽ കൂടി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രഞ്ജിത്ത്. ഷൊർണൂർ KVR ഹൈസ്കൂളിലെ അധ്യാപകനാണ്. വീട് ഭീമനാടാണ്. നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി നമ്മൾ പറയുന്നത് ഇതിലെ പ്രകാശത്തിന്റെ പ്രതിപതനം അഥവാ നമ്മൾ അതിനെ റിഫ്ലക്ഷൻ എന്ന് പറയും. നമ്മൾ എപ്പോഴും എങ്ങനെയാണ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു വസ്തുവിനെ കാണുക എന്ന് പറയുന്നത് പ്രകാശമുള്ളപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. നമ്മളൊരു വസ്തുവിനെ കാണുന്നത്, നിങ്ങൾ എന്നെ കാണുന്നത്, നിങ്ങൾ ഓരോ വസ്തുവിനെയും കാണുന്നത്, ഞാനിപ്പോൾ ഈ പേനയെ കാണുന്നത്, പ്രകാശം ആ വസ്തുവിൽ തട്ടി പ്രതിപതിച്ച് എൻ്റെ കണ്ണിലേക്ക് വരികയും അവിടെ ഒരു പ്രതിബിംബം ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. ഈ പ്രതിപതനം എന്ന് പറയുന്നത് പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിനെ നമുക്ക് പ്രതിപതിക്കുക എന്ന് പറയാം. ഒരു തലത്തിൽ തട്ടി, ചുമരിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പ്രതിപതിക്കുക എന്ന് പറയാം. പ്രതിപതനം പല തരത്തിലുണ്ട്. അതിലൊന്ന് ഇത് പ്രകാശത്തിന്റെ പ്രതിപതനം. ഈ പ്രതിപതനം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, 2 തരത്തിലാണ് പ്രതിപതനം. റിഫ്ലക്ഷൻ, അതിനെ നമ്മൾ 2 എണ്ണാക്കി തിരിക്കുന്നുണ്ട്. ഒന്ന് ക്രമപ്രതിപതനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ. രണ്ടാമത്തത് ക്രമരഹിത പ്രതിപതനം അഥവാ വിസരിത പ്രതിപതനം. നമ്മളതിനെ ഇറഗുലർ റിഫ്ലക്ഷൻ. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. ഒരു ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് പറയാൻ നോക്കാം. നമ്മൾ ഈ പ്രതിപതനത്തിന്, അപ്പൊ ക്രമ പ്രതിപതനത്തിന് ഒരു പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. അതിലെന്താണ് ക്രമപ്രതിപതനത്തിന്റെ നിയമങ്ങള്? നമുക്കറിയാം, നമ്മളൊരു പ്രകാശം വന്ന് പതിക്കുമ്പോൾ, ഇപ്പൊ ഇത് ഒരു തലമാണെന്ന് വിചാരിക്കുക. ഇതിപ്പോ എന്തുമാവാം. ഇതിപ്പോ ഒരു ഗ്ലാസ് ആവാം, അല്ലെങ്കിൽ ഒരു നിലമാവാം, എന്തും ആവാം. അപ്പൊ നമ്മൾ ഇവിടേക്ക് പ്രകാശം വന്ന് പതിക്കുമ്പോൾ ഈ പതിക്കുന്ന രശ്മിയെ നമ്മൾ വിളിക്കുന്ന പേര് പതനരശ്മി അഥവാ ഇൻസിഡന്റ് റേ. ഈ തിരിച്ചു പോകുന്ന, പ്രതിപതിച്ചു പോകുന്ന ഈ രശ്മിക്ക് പറയുന്ന പേര് റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിപതന രശ്മി. പതന രശ്മിയുണ്ട്, പ്രതിപതന രശ്മിയുണ്ട്. ഈ പതന രശ്മിയും
പ്രതിപതന രശ്മിയും ഇതിനിടയിൽ നമ്മളൊരു ലംബം വരയ്ക്കുന്നു. അതായത് 90 ഡിഗ്രിയിൽ ഞാനൊരു ലംബം വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മള് അപ്പോ ഈ കോണിനെ നമ്മള് പതന കോൺ എന്ന് പറയും. ഈ പതന കോണിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ കോണളവിനെ നമ്മള് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അഥവാ പ്രതിപതന കോൺ എന്ന് വിളിക്കും. ഈ ക്രമ പ്രതിപതനം നടക്കുമ്പോൾ അത് ക്രമപ്രതിപതനമാണെങ്കിൽ അതിൽ പറയുന്ന നിയമം എന്ന് പറയുന്നത് പതനരശ്മിയും പ്രതിപതനരശ്മിയും അവയ്ക്കിടയിൽ വരയ്ക്കുന്ന പതന സ്ഥലത്ത് വരയ്ക്കുന്ന ലംബവും ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ and the normal at the point of incidence should lie in the same plane. പതനരശ്മിയും പ്രതിപതനരശ്മിയും പതന സ്ഥലത്ത് നിന്ന് വരയ്ക്കുന്ന ലംബവും ഒരേ തലത്തിൽ ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ നിയമം. അപ്പൊ പതനരശ്മിയും പ്രതിപതനരശ്മിയും പതന സ്ഥലത്ത് വരയ്ക്കുന്ന ലംബവും ഒരു തലത്തിലായിരിക്കും. എന്താ ഒരു തലം? ഇപ്പൊ ഈ ഒരു ബോർഡ് ഒരു തലമാണ്. ഇതൊരിക്കലും ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടോ വരില്ല. ഇത് അതേ തലത്തിലൂടെ തന്നെയാണ് വരിക. അതാണ് ഒന്നാമത്തെ നിയമം. ഇനി രണ്ടാമത്തെ നിയമം പറയുന്നത് എന്താണ്? പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തില് ഒരു പ്രതിപതനം ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ക്രമപ്രതിപതനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ. അങ്ങനെ റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും രണ്ട് തരത്തിലാണ് നമ്മളുടെ റിഫ്ലക്ഷൻ ഉള്ളത്. അപ്പൊ എന്താണ് ഇറഗുലർ റിഫ്ലക്ഷൻ? ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. നമ്മുടെ ഈ പതനരശ്മിയും പ്രതിപതനരശ്മി, ഇത് ഞാനിപ്പോ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഒരു കണ്ണാടിയിലേക്കാണ് നമ്മൾ ഒരു ടോർച്ച് അടിക്കുന്നതെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട് കണ്ണാടിയിലേക്ക് ഒരു ടോർച്ച് അടിക്കുന്നത്. കണ്ണാടിയിലേക്ക് ടോർച്ച് അടിക്കുമ്പോൾ ഈ പറയുന്ന നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ടാണ് അത് വരിക. നേരെ മറിച്ച് നമ്മൾ ചുമരിലേക്കാണ് ടോർച്ച് അടിക്കുന്നതെങ്കിലോ ഈ പറയുന്ന നിയമങ്ങളൊന്നും കാണില്ല. ഉദാഹരണം നമുക്ക് ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പൊ ഞാനൊരു പന്ത്, നമ്മുടെ ഐസക് ന്യൂട്ടൻ എന്താണ് പ്രകാശത്തിന്റെ സ്വഭാവം എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഉദാഹരണമാണത്. അതായത് ഒരു പന്ത് ഞാൻ ഇങ്ങനെ നിലത്തേക്ക് എറിയണമെങ്കിൽ അത് പോകുന്ന ഒരു ഡയറക്ഷൻ നമുക്ക് ഒരു പ്രത്യേക ആംഗിളിൽ അത് പിടിക്കാൻ പറ്റും. അതിന് ആംഗിൾ മാറ്റിക്കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്ന ആംഗിളിലും മാറ്റം വരും, അല്ലേ? കോണളവിലൊക്കെ മാറ്റം വരും. ഈ പന്തിന് പകരം ഞാനൊരു ബൾബാണ് എറിയുന്നതെങ്കിലോ അത് പ്രതിപദിക്കുന്ന ദിശയിലൊക്കെ നമ്മൾ പറയുന്ന പോലെ, സാധാരണ പറയുന്ന പോലെ ഗുണ ആയിട്ടായിരിക്കും അത് വരിക. അതിനൊരു നിയമമൊന്നുമില്ല. അതിന്റെ കോണളവിന് അല്ലെങ്കിൽ പ്രതിപതന കോണളവിനൊന്നും യാതൊന്നുമില്ല. അത്തരത്തിലുള്ളവയാണ് ക്രമരഹിത പ്രതിപതനം അഥവാ വിസരിത പ്രതിപതനം. ഒന്ന് ക്രമപ്രതിപതനം, മറ്റത് ക്രമരഹിത അല്ലെങ്കിൽ വിസരിത പ്രതിപതനം. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ഈ പ്രതിപതനം ഉണ്ടാക്കുന്നതിനെ, നമുക്ക് ക്രമപ്രതിപതനം ഉണ്ടാക്കുന്ന വസ്തുക്കളെയാണ് നമുക്ക് സാധാരണയായിട്ട് ദർപ്പണങ്ങൾ അഥവാ മിറേഴ്സ് എന്ന് വിളിക്കുക. മിറർ, കണ്ണാടി. അപ്പൊ കണ്ണാടികള് ദർപ്പണം എന്ന് മലയാളത്തിൽ പറയും, അതിനെ മിറർ എന്ന് ഇംഗ്ലീഷിൽ പറയും, നമ്മൾ സാധാരണ രീതിയിൽ കണ്ണാടി എന്ന് പറയും. കണ്ണാടി എത്ര തരം ഉണ്ട്? സാധാരണയായിട്ട് രണ്ട് തരത്തിലാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. ഒന്ന് നമ്മളെല്ലാം മുഖം നോക്കുന്ന കണ്ണാടി. നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത് അതേപോലെ കാണും. അപ്പൊ അവിടെ കണ്ണാടിക്കുള്ളിൽ നമുക്ക് പ്രതിബിംബം ഉണ്ടാകുന്നു. കാരണം അത് ക്രമപ്രതിപതനം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഒരു കണ്ണാടിയില് പ്രതിബിംബം ഉണ്ടാക്കുക. അപ്പൊ പ്രതിബിംബത്തിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? ഇപ്പൊ നമ്മള് അതിനെ സാധാരണത്തൊക്കെ നമ്മൾ നോക്കുന്ന കണ്ണാടി, വീട്ടിലൊക്കെ നമ്മൾ മുടി ചെയ്യാനൊക്കെ നോക്കുന്ന കണ്ണാടിക്ക് വിളിക്കുന്ന പേര് സമതല ദർപ്പണം എന്നാണ്, പ്ലെയിൻ മിറർ. ഈ പ്ലെയിൻ മിററില്
നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ അതിൽ കാണുന്ന വസ്തുവിന്റെ സ്വഭാവവും അതിൽ കാണുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം, ഇമേജ്, അവ തമ്മിൽ എന്താണ് സാധാരണയായിട്ട് നമുക്ക് ഒരു ബന്ധം നമുക്ക് പറയാൻ പറ്റില്ല. വസ്തുവിന്റെ അതേ വലുപ്പമായിരിക്കും ഒരു സമതല ദർപ്പണത്തിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ മിററില് ഉണ്ടാവും. നമ്മൾ പരീക്ഷയ്ക്ക് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളത് പോലെയാണെങ്കിൽ പ്ലെയിൻ മിററിൽ നമുക്ക് വസ്തുവിന്റെ അതേ വലുപ്പത്തിലുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം ഉണ്ടാവും. അത്തരം ദർപ്പണങ്ങളെയാണ് സമതല ദർപ്പണങ്ങൾ. അപ്പൊ ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ദർപ്പണം ഉണ്ടോ? സമതല ദർപ്പണം അല്ലാതെ വേറെ ഏതെങ്കിലും ദർപ്പണം ഉണ്ടോ? വേറൊരു ദർപ്പണം ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് നമ്മള് ഗോളീയ ദർപ്പണം. എന്താ ഗോളീയ ദർപ്പണം അഥവാ സ്പെറിക്കൽ മിറർ? അപ്പൊ ദർപ്പണങ്ങള് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നോക്കൂ, ഒന്ന് സമതല ദർപ്പണം, പിന്നെ ഗോളീയ ദർപ്പണം. എന്താ ഈ സമതലം, പ്ലെയിൻ മിറർ, അതിപ്പോ നമ്മൾ പറഞ്ഞു. ഇനി ഗോളീയ ദർപ്പണം, അതിനെ അല്ലെങ്കിൽ നമ്മൾ പറയും സ്പെറിക്കൽ മിറർ. സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഗോളം. അപ്പൊ ഒന്ന് പ്ലെയിൻ മിറർ, മറ്റത് സ്പെറിക്കൽ മിറർ. അപ്പൊ നമുക്ക് പ്ലെയിൻ മിററിന്റെ കേസിലുള്ളത് ആദ്യം പറയാം. എന്തൊക്കെയാണ് അതിൽ നമുക്ക് വ്യത്യാസം നോക്കുക. അപ്പൊ നമുക്കൊരു സാധനം കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരികയാണ്. ഇതൊരു പ്ലെയിൻ മിററാണ്. ഈ മിറർ നോക്കൂ, ഇത് പ്ലെയിൻ മിററാണ്. ഈ പ്ലെയിൻ മിറർ ഞാൻ രണ്ട് കണ്ണാടികള് ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. രണ്ട് കണ്ണാടികള് ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത വെച്ചാല്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ ഇമേജിന്റെ എണ്ണം, ഇതിലുണ്ടാകുന്ന ഇമേജിന്റെ എണ്ണം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്. ഇതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളൊരു സമവാക്യം പഠിച്ചിട്ടുണ്ട്. എന്താണത്? ഈ പ്രതിബിംബങ്ങൾ, രണ്ട് സമതല ദർപ്പണം, രണ്ട് പ്ലെയിൻ മിററുകള്, അവയുടെ ഓരോ ഭാഗവും യോജിപ്പിച്ചിട്ട് അവയെ തമ്മിലുള്ള കോണളവിനനുസരിച്ചാണ് ഇതിലുണ്ടാകുന്ന ഇമേജുകളുടെ എണ്ണത്തില് മാറ്റം. എങ്ങനെയാത് നോക്കൂ. അവിടെ നമുക്ക് പറയാവുന്ന ഒരു പ്രതിബിംബങ്ങളുടെ രൂപീകരണത്തിൽ പറയാവുന്നത് ഒന്നാണ് n ഈക്വൽ ടു, ശ്രദ്ധിക്കുക, 360 ബൈ തീറ്റ മൈനസ് 1. എന്താ ഇതിന്റെ പ്രത്യേകത? 360 ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ തീറ്റ എന്ന് പറയുന്നതാണ് ഇവയുടെ കോണളവ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് ഇടയിലുള്ള കോണളവാണ് തീറ്റ. അപ്പൊ കോണളവ് നോക്കൂ, ഇതിപ്പോ 360 ആണെന്നാണ്. അങ്ങനെ നമുക്ക് ഇവിടെ പരമാവധി നമുക്ക് വെക്കാവുന്ന കോണളവ് എത്രയാണ്? 180 ആണ്. ഇത് നേരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവ തമ്മിലുണ്ടാകുന്നത് 180. അപ്പൊ 180 ആണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കൂ, 360 ബൈ 180 മൈനസ് 1. ഇതിലുണ്ടാകുന്ന ഇമേജിന്റെ എണ്ണം നമുക്ക് എത്രയായിരിക്കും? 360 ബൈ 180 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 1. ഇത് കൃത്യമായി നേരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറയുന്നത് എണ്ണം എത്രയാണ്? 1 ആണ്. എന്നാൽ നേരെ മറിച്ച് നമ്മള് 180 പകരം 90 ആണെന്ന് വിചാരിക്കുക. ഇത് കൃത്യം 90 ആയി വെക്കുമ്പോ എന്താവുക? 360 ബൈ 90. അപ്പൊ എത്ര വരിക? 360 ബൈ 90 എത്രയാണ്? 4 മൈനസ് 1 സമം 3 പ്രതിബിംബങ്ങളായിരിക്കും ഇത് വരിക. അപ്പൊ ഇത് വെച്ചിട്ടുള്ള കണക്കുകൾ വരാൻ സാധ്യതയുണ്ട് നമുക്ക് പരീക്ഷയ്ക്ക്. 3 പ്രതിബിംബം ഉണ്ടായപ്പോൾ ഒരു സമതല ദർപ്പണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന കോണളവ് എത്രയാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു കോണളവ് തീറ്റ തന്നു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാവാമെന്ന് ചോദിക്കാം. ഇത്തരത്തിലുള്ള കണക്കുകൾ പ്രതിബിംബ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കുണ്ടാവാനുള്ള സാധ്യത. ഇത്രയുമാണ് നമ്മുടെ സമതല ദർപ്പണങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്. ഇനി സമതല ദർപ്പണം അല്ലാതെ പിന്നെ ഏത് ദർപ്പണം നമ്മൾ പറഞ്ഞത്?
നമ്മൾ പറഞ്ഞതാണ് ഗോളീയ ദർപ്പണങ്ങൾ അഥവാ സ്പെരിക്കൽ മിറർ. എന്താ ഈ സ്പെരിക്കൽ മിററിന്റെ പ്രത്യേകത? ഗോളീയ ദർപ്പണങ്ങൾ അഥവാ സ്പെരിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ ഒരു ഗോളത്തിന്റെ ഭാഗമായുള്ള ദർപ്പണങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഗോളീയ ദർപ്പണങ്ങൾ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക? നമുക്കറിയാം, ഒരു ഗോളം ഇങ്ങനെയാണ് ഒരു സ്ഫിയർ. ഈ സ്ഫിയറിന്റെ സെന്റർ ഇത്. ഈ സ്ഫിയറിൽ നിന്ന് ഞാൻ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നു. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഭാഗമാണ്. നോക്കൂ, ഇങ്ങനെ ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ ഇതില് ഈ ഭാഗത്ത് നമ്മൾ മെർക്കുറി തേച്ചുകൊണ്ടിരിക്കുക. ഈ ഭാഗത്ത് നമ്മൾ കണ്ണാടി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മെർക്കുറിയാണ് ഒരു ഭാഗത്ത്, രസം അല്ലെ, മെർക്കുറിയാണ് നമ്മൾ ഒരു ഭാഗത്ത് പൂശുന്നത്. ഈ ഭാഗത്താണ് പൂശിയത്, അല്ലെങ്കിൽ പോളിഷ്ഡ് സർഫസ് ഇതിന്റെ ഉള്ളിലാണ് വിചാരിക്കുക. അത്തരത്തിലുള്ള ദർപ്പണങ്ങളെ, ഗോളീയ ദർപ്പണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺകേവ് ദർപ്പണങ്ങൾ. എന്നാൽ നമ്മള് ഇതിന് നേരെ ഇതേ സാധനത്തിന് തന്നെ ഇവിടെ എടുത്തിട്ട് ഇവിടെയാണ് നമ്മൾ മെർക്കുറി പൂശുന്നതെങ്കിലോ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കോൺവെക്സ്. വ്യത്യാസമുള്ളത്. ഈ രണ്ട് സാധനവും ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്ഫിയർ. അതുകൊണ്ട് നമ്മൾ അവയെ വിളിക്കും സ്പെരിക്കൽ മിറർ. അപ്പൊ സ്പെരിക്കൽ മിറർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കോൺകേവ് ദർപ്പണങ്ങള്, രണ്ട് കോൺവെക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണത്തിനും കുറച്ച് വേറൊരു കാര്യങ്ങളും കൂടി നമുക്ക് സൂചിപ്പിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏത് ഗോളത്തിന്റെ ഭാഗമാണോ, ഏത് സ്ഫിയറിൽ നിന്നാണോ നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്, ആ സ്ഫിയറിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് നമ്മള് സെന്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രതാ കേന്ദ്രം. ഏത് സ്ഫിയറിൽ നിന്നാണോ നമ്മൾ അതിലെടുത്തിട്ടുള്ളത് അതിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ. ഇനി നോക്കൂ, ഇതിന്റെ ഈ ഭാഗത്തുള്ളതിന്റെ കൃത്യം നടുവായ ബിന്ദുവിനെ, ഈ ബിന്ദുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നടുക്കുള്ള ബിന്ദു. ഇതിനെ വിളിക്കുന്ന പേരാണ് പോൾ അഥവാ ഒറിജിൻ, മൂലബിന്ദു. ഇത് രണ്ടും കൂടി ചേർത്ത് വരച്ചു കഴിഞ്ഞാലോ ഈ ഇതിന് സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ ഉണ്ടാവും. ഇത് മൂന്നും കൂടി ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ ആ അക്ഷത്തിനെ വിളിക്കുന്ന പേരാണ് മുഖ്യ അക്ഷം. അപ്പൊ ഇങ്ങനെ ഈ ഭാഗങ്ങൾ നമുക്ക് അറിയാം. ഇനി ഇതിൽ ശ്രദ്ധിച്ചു നോക്കേണ്ടത്, നോക്കൂ, അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് സെന്റർ ഓഫ് കർവേച്ചർ, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ കേന്ദ്രം. പോൾ മലയാളത്തിൽ നമ്മൾ അതിനെ പോൾ എന്ന് വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. മൂലബിന്ദു എന്നൊക്കെ പറയുന്നതിന്റെ പകരമായിട്ട് പറയാം. പിന്നെ ഉള്ളത്, ഇനി നമ്മൾ പറയാൻ പോണത്, ഒരു കോൺകേവ് ദർപ്പണത്തില്, ഒരു കോൺകേവ് ദർപ്പണത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കോൺകേവിനെ നമ്മള് നോക്കൂ, ഇതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പോള്, ഇതാണ് മുഖ്യ അക്ഷം. ഈ മുഖ്യ അക്ഷത്തിന് ഇതിലൂടെ നമ്മൾ ഇതിന് സമാന്തരമായിട്ട് പ്രകാശരശ്മികൾ കടന്നു പോവാണ് വിചാരിക്കുക. നോക്കൂ, എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് ഇവിടെ എന്തുണ്ടാവും? പ്രതിപതനം ഉണ്ടാവും, റിഫ്ലക്ഷൻ ഉണ്ടാവും. റിഫ്ലക്ഷൻ ഉണ്ടായിട്ട് എല്ലാ രശ്മികളും ഒരു പ്രത്യേക ബിന്ദുവിലൂടെ കടന്നു. മാസ്റ്റർ വരേക്ക് ഈ പ്രത്യേക ബിന്ദുവിലൂടെ ഒരു കോൺകേവ് മിററില് കടന്നു. ആ പ്രത്യേക ബിന്ദുവിന് എവിടെയുള്ള ബിന്ദു? മുഖ്യ അക്ഷത്തിലുള്ള ഒരു പ്രത്യേക ബിന്ദു. അതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസ്. അപ്പൊ ഈ പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ഡിസ്റ്റൻസ് അഥവാ ഫോക്കസ് ദൂരം. അപ്പൊ ഈ ഫോക്കസ് ദൂരം, അതായത് ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ പോളിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ഗോളീയ ദർപ്പണത്തിന് ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടതാണ്. അപ്പൊ ഗോളീയ ദർപ്പണത്തില് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുള്ളത്? കോൺകേവ് ദർപ്പണങ്ങളുണ്ട്, കോൺവെക്സ്. അപ്പൊ കോൺവെക്സ് ദർപ്പണത്തിൽ എങ്ങനെയായിരിക്കും ഇത് കാണുക?
ഇനി ഇത് പകരം ഇതിപ്പോ കോൺകേവ് ദർപ്പണത്തിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞു. ഞാൻ ഇതൊരു കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു ഇവിടെയാണ് ഇതിന്റെ ഇങ്ങനെ. അപ്പൊ പ്രകാശരശ്മികള് ഇതിന് സമാന്തരമായിട്ട് പോകും. അങ്ങനെ കോൺവെക്സ് ദർപ്പണത്തിൽ നമ്മൾ സമാന്തരമായിട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കോൺവെക്സ് ദർപ്പണത്തില് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്ക് ഈ സമാന്തരമായി വരുന്ന രശ്മികള് പ്രതിപതിച്ച് ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്ന് വരുന്നതായി തോന്നുമാറ് തിരിച്ചു വരും. നോക്കൂ, ഇവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് തോന്നും. അപ്പൊ ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്നാണ് വരുന്നത് എന്ന് തോന്നും. ആ തോന്നുന്ന ഈ പ്രത്യേക ബിന്ദു, ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇതാണ് ഈ യഥാർത്ഥത്തിൽ ഇതെന്താണ് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു സാങ്കല്പികമായ സാധനം. എന്നാൽ ഇത് ഉള്ളതാണ്. അപ്പൊ ഈ പ്രതിബിംബങ്ങളെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഇതിലേക്ക് തിരിച്ച് പോവുക, ഇതിനെ നമ്മൾ പറയും ഡൈവേർജ് ചെയ്യാന്ന് പറയും, വിഭ്രജിച്ച് പോകുന്നു. അപ്പൊ ഇതാണ് ഈ കോൺവെക്സ് ദർപ്പണത്തിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, ഇവിടെ നിന്നുള്ള ഇത് പോളാണ്. ഈ ദൂരത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഫോക്കസ് ദൂരം. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഗോളീയ ദർപ്പണങ്ങളിൽ അല്ലെങ്കിൽ സ്പെറിക്കൽ മിററുകളിൽ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ഒരു പ്രതിബിംബം ഉണ്ടാകുന്നത്? ഇപ്പൊ നമ്മൾ നേരത്തെ പ്ലെയിൻ മിററിന്റെ കേസിൽ പറഞ്ഞു. അതുകൂടാതെ ഈ സ്പെറിക്കൽ മിററിൽ എങ്ങനെയാണ് പ്രതിബിംബങ്ങൾ രൂപീകരിക്കുന്നത്? പ്രതിബിംബങ്ങളുടെ രൂപീകരണം പല തരത്തിലാണ് ഒരു കോൺകേവ് ദർപ്പണത്തിലും കോൺവെക്സ് ദർപ്പണത്തിലും ഉണ്ടാകുന്നത്. നമ്മൾ ഈ പ്രതിബിംബങ്ങളെ നമ്മൾ പ്രധാനമായിട്ട് രണ്ട് തരത്തിൽ പറയാറുണ്ട്. ഏത് പ്രതിബിംബത്തിനെയും അല്ലെങ്കിൽ ഇമേജിനെ രണ്ട് തരത്തിലാണ് പറയുക. ഒന്ന് യഥാർത്ഥ പ്രതിബിംബം, മറ്റേത് മിഥ്യാ പ്രതിബിംബം. റിയൽ ഇമേജ്, വെർച്വൽ ഇമേജ്. എന്താ റിയൽ ഇമേജ്? റിയൽ ഇമേജ് എന്ന് പറഞ്ഞാല് ഒരു ഇമേജിനെ അതിന്റെ സ്ക്രീനിലേക്ക് നമുക്ക് പതിപ്പിക്കാൻ പറ്റുമെങ്കിൽ, ഒരു സ്ക്രീനിലേക്ക് പതിപ്പിക്കാൻ പറ്റുന്ന ഇമേജിനെ നമ്മൾ വിളിക്കാം അത് റിയൽ ഇമേജ് അഥവാ യഥാർത്ഥ പ്രതിബിംബം. ഒരു സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബമാണ് the image that can be caught on a screen is called real image. ഇമേജിനെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്തതാണെങ്കിലോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിഥ്യാ പ്രതിബിംബം അഥവാ വിർച്വൽ ഇമേജ്. ഇമേജ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് റിയൽ ഇമേജ്, മറ്റേത് വിർച്വൽ ഇമേജ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വേറെ എന്തൊക്കെയാണ് ഇതിൽ നോക്കേണ്ടത്? ഇവിടെ വേറൊരു സാധനം ഉണ്ട്. അത് ഈ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ അളവുകൾ എടുക്കേണ്ടത്? ഇപ്പൊ ഒരു ദൂരം നമ്മൾ അളക്കുകയാണെങ്കിൽ അപ്പൊ നോക്കൂ, ഇനി നമ്മൾ കോൺകേവ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിബിംബത്തിനെ പറ്റി നോക്കാം. ഒരു കോൺകേവ് ദർപ്പണം, ഇതിലുണ്ടാകുന്ന പ്രതിബിംബങ്ങള് എങ്ങനെയൊക്കെയാണ്? നമ്മൾ ഇത് പോൾ എന്ന് പറഞ്ഞു. ഇതിനെ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ അഥവാ വക്രതാ കേന്ദ്രം എന്ന് വിളിച്ചു. ഇതൊരു കോൺകേവ് മിററാണ്. അപ്പൊ ഞാൻ ഈ ഭാഗത്താണ് ഇതിന്റെ രസം പുരട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രതിബിംബം ഉണ്ടാവുക? അപ്പൊ നമ്മള് ഫോക്കസ് ദൂരത്തിനെ F എന്നുള്ള അക്ഷരത്തിനോട് സൂചിപ്പിക്കും. ഇനി ഞാൻ ഇവിടെ ഒരു വസ്തുവിനെ വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു വസ്തുവിനെ വെച്ചിട്ടുണ്ട്. ആ വസ്തുവിനെ ഞാൻ വസ്തുവിലേക്ക്, അപ്പൊ നമുക്ക് പോളിൽ നിന്ന് അളക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരത്തിനെ ഞാൻ വിളിക്കുന്നത് U എന്ന അക്ഷരം കൊണ്ടാണ്. അപ്പൊ ഇതൊരു പ്രതിബിംബം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇതൊരു പ്രതിബിംബം ഉണ്ടാക്കുമ്പോ നമുക്ക് നോക്കൂ, ഇവിടെ നിന്നുള്ള ഒരു രശ്മി നേരെ പോയി ഇവിടെ തട്ടി തിരിച്ചു വരും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന രശ്മി നേരെ സമാന്തരമായി പോകുമ്പോൾ തിരിച്ചിതിനെ ഏതിനെ വരും? നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന ഇവിടെയാണ് യഥാർത്ഥത്തില് പ്രതിബിംബം.
അപ്പൊ ഈ പ്രതിബിംബങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ അളക്കാൻ, ഇത് നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഏതാണ് പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് എന്നറിയുന്ന ഒരു സാധനം ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അഥവാ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി. ചിഹ്നങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ശ്രദ്ധിച്ചോളൂ. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി നമ്മൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ഇത്തരം പ്രശ്നങ്ങളിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അതെങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കൂ. ഇതില് എപ്പോഴും പറയാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എല്ലാ അളവുകളും തുടങ്ങുന്നത് പോളിൽ നിന്നായിരിക്കണം. പ്രധാനമായിട്ടൊന്നത് എല്ലാ അളവുകളും തുടങ്ങുന്നത് പോൾ എന്ന് പറഞ്ഞാൽ മൂലബിന്ദുവിൽ നിന്നായിരിക്കണം. അതുകൂടാതെ പോളിൽ നിന്ന് വലത്തോട്ടുള്ള അളവുകളെ നമ്മൾ സാധാരണയായിട്ട് എല്ലാ രശ്മികളും പതിക്കുന്നത്, പതന രശ്മികൾ ഇടത്തു നിന്ന് വലത്തോട്ടായിട്ടാണ് വരുന്നത്. അപ്പൊ പോളിൽ നിന്ന് വലത്തോട്ടുള്ള അളവുകൾ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോ എല്ലാ അളവുകളും തുടങ്ങുന്നത് പോളിൽ നിന്നാണ്. പോളിൽ നിന്ന് വലത്തോട്ടുള്ള അളവുകളെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. പോളിൽ നിന്ന് ഇടത്തോട്ടുള്ള അളവുകളെ നെഗറ്റീവായിട്ട് എടുക്കുന്നു. രണ്ടാമത്തെ. അപ്പൊ നമുക്ക് അടുത്തത് പോളിൽ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു മുഖ്യ അക്ഷത്തിൽ നിന്ന് മുകളിലേക്കുള്ളവയെല്ലാം പോസിറ്റീവാണ്, മുഖ്യ അക്ഷത്തിൽ നിന്ന് താഴേക്കുള്ളതെല്ലാം നെഗറ്റീവാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാ അളവുകളും നമ്മൾ തുടങ്ങുന്നത് പോളിൽ നിന്നാണ്. ദർപ്പണത്തിന്റെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആണ് നമ്മൾ പറയുന്നത്. ഗോളീയ സ്പെരിക്കൽ മിററിന്റെ, അതായത് ഗോളീയ ദർപ്പണത്തിന്റെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ആണിത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുഖ്യ അക്ഷത്തിൽ നിന്ന് മുകളിലേക്കുള്ളത് പോസിറ്റീവ്, താഴേക്കുള്ളത് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഈ ദൂരത്തിനെ നമ്മൾ വിളിക്കുക ഇമേജ് ഡിസ്റ്റൻസ് അഥവാ വി എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ വസ്തുവിലേക്കുള്ള ദൂരവും നെഗറ്റീവാണ്, പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും നെഗറ്റീവാണ്. ഇവിടുത്തെ പ്രത്യേകത അതാണ്. ഒന്ന്, വസ്തുവിലേക്കുള്ള ദൂരവും നെഗറ്റീവാണ്, പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും നെഗറ്റീവാണ്. ഇനി നിങ്ങളുടെ പാഠപുസ്തകത്തില് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രവർത്തനം പറയുന്നുണ്ട്. നമ്മള് ഒരു കോൺകേവ് മിറർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ. എന്താണത്? നമ്മൾ അത് ചെയ്തു നോക്കുകയാണ്. ഒരു വസ്തു വെക്കുന്നു, അതിന്റെ പ്രതിബിംബം ഉണ്ടാവുന്നു, ഒരു കോൺകേവ് ദർപ്പണം വെച്ച് നോക്കുന്നു, ഒരു കോൺകേവ് മിറർ വെച്ച് നോക്കുന്നു. എത്രയാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എത്രയാണ്, അതിനനുസരിച്ചിട്ട് വി എത്രയാണ് യു എത്രയാണ് വി എന്നുള്ളത് നമ്മൾ കാണുന്നു. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതി നമ്മൾ കൊടുക്കുന്നു. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്നരീതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിറർ ഇക്വേഷൻ അഥവാ ദർപ്പണ സമവാക്യം. എന്താ ദർപ്പണ സമവാക്യം പറയുന്നത്? ഈ ദർപ്പണ സമവാക്യം നമ്മൾ പരീക്ഷണം ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് അല്ലെ? നമ്മൾ ചെയ്തിട്ടുണ്ടാവും 10ാം ക്ലാസ്സിലൊക്കെ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കില് കണ്ട പരീക്ഷണം എന്താണ്? നമുക്ക് ഓരോന്നിന്റെയും വസ്തുവിന്റെ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി നമ്മൾ കാണും. അപ്പൊ നമ്മൾ കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ആ വസ്തുവിന്റെ ദൂരം കാണുന്നത് എന്നും അപ്പൊ എന്ത് പ്രതിബിംബമാണ് ഉണ്ടാവുന്നത്. സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബത്തിനെ നമ്മൾ റിയൽ ഇമേജ് അഥവാ യഥാർത്ഥ പ്രതിബിംബം എന്നും, സ്ക്രീനിൽ പതിപ്പിക്കാത്തതിനെ നമ്മള് മിഥ്യാപ്രതിബിംബം. അപ്പൊ ചില ചെറിയ കാര്യങ്ങൾ ഇതിനു കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ദർപ്പണങ്ങൾ ഉണ്ടാവുന്നത്, അതിലെ ഇമേജുകൾ ഉണ്ടാവുന്നതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തില് അനന്തതയിൽ നിന്ന് നമ്മൾ ദൂരം ഇൻഫിനിറ്റി, വസ്തു ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഒരു കോൺകേവ് മിററിൽ, കോൺകേവ് ദർപ്പണത്തില് ഉണ്ടാവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടാവും. ഫോക്കസിലാണ് നമുക്ക്, നിങ്ങളുടെ സ്കൂളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്ക്രീനിലേക്ക് നമ്മൾ ചുമരിലേക്കൊക്കെ ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ചുകൊണ്ട് വളരെ ദൂരെയുള്ള വസ്തുവിന്റെ പ്രതിബിംബം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കും? അതിലൊരു പട്ടിക ഉണ്ട് തന്നിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പട്ടിക ഉണ്ട്. എങ്ങനെയാണ്? യഥാർത്ഥമാണ്, സ്ക്രീനിൽ പതിപ്പിക്കാവുന്നതാണ്, തലകീഴായതാണ്,
ഇൻവേർട്ടഡ് ആണ്. പിന്നെയോ ഡിമിനിഷ്ഡ് ആണ്, അത് ചെറുതാണ്. എങ്ങനെയാണ് എഫിലാണെങ്കിൽ, അതായത് എഫിലാണ് ഉണ്ടാവുന്നത് പ്രതിബിംബം. അപ്പൊ നമുക്ക് ഇത് തമ്മിലുണ്ടാവുന്ന ഒരു പട്ടിക നമ്മൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ പട്ടികയിൽ എന്താണ് പറയുന്നത്? ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, അനന്തതയിലാണെങ്കിൽ ഇമേജ് ഉണ്ടാവുന്നത് എവിടെയാണ്? ഫോക്കസിലാണ്, പ്രിൻസിപ്പൽ ഫോക്കസിലാണ്. വസ്തു എഫിനും 2F ഇടയിലാണെങ്കിൽ, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഇന്ന് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ അത് വായിച്ചു നോക്കുക. നമ്മുടെ സമയം വളരെ കുറവാണ്, അതുകൊണ്ടാണ് അത്ര പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ പറയാവുന്ന ഒരു കാര്യം കൂടെ, അതുകൂടി പറഞ്ഞിട്ട് ഈ പാഠത്തിന്റെ പ്രധാന കാര്യങ്ങൾ ഞാൻ നിർത്തുകയാണ്. അതായത് ഇതില് ഇനി നമുക്കുള്ള വരാൻ പോകുന്നത് ഒരു സാധനം എന്താണ്? വസ്തുവിന്റെ വലുപ്പവും ഈ പ്രതിബിംബത്തിന്റെ വലുപ്പം അല്ലെങ്കിൽ ഇമേജിന്റെ വലുപ്പവും തമ്മിൽ കാണിക്കുന്ന ഒരു അംശബന്ധം, ഒരു റേഷ്യോ. അവ തമ്മിലുള്ള റേഷ്യോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവർധനം അഥവാ മാഗ്നിഫിക്കേഷൻ. ആവർധനം അഥവാ മാഗ്നിഫിക്കേഷൻ. ഈ മാഗ്നിഫിക്കേഷൻ എന്താണ്? ഒരു സ്പെറിക്കൽ മിററിന്റെ കേസിൽ, ഗോളീയ ദർപ്പണത്തില് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് ഇമേജിന്റെ വലിപ്പം ഹൈറ്റ്, പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിന്റെ ഉയരം. പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിന്റെ ഉയരം, ഇതാണ് ഹൈറ്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ. ഇത് നമ്മൾ നിർദ്ധാരണം ചെയ്ത് നമ്മളുടെ ഡെറൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് m സമം മൈനസ് v ബൈ u. മാഗ്നിഫിക്കേഷൻ ദർപ്പണത്തില് മാഗ്നിഫിക്കേഷൻ ആവർത്തനം എന്ന് പറയുന്നത് m സമം v ബൈ u. v എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? പോളിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം. u എന്ന് പറഞ്ഞാൽ പോളിൽ നിന്ന് വസ്തുവിലേക്കുള്ള ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. v എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്. അപ്പൊ ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും കൂട്ടത്തിൽ ഒരു നെഗറ്റീവ് ഉണ്ട്, അത് മാർക്ക്. ഇതാണ് ദർപ്പണങ്ങളുടെ കാര്യം, ഗോളീയ ദർപ്പണങ്ങളുടെ. ഇതില് നിങ്ങളോട് എനിക്ക് വരച്ച് പറഞ്ഞു തരാനുള്ളത് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഓരോന്നിലും ഉണ്ടാകുന്ന ഇമേജുകളാണ്. ഇതിൽ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാം നിങ്ങൾക്ക്. ഈ ആവർത്തനം അഥവാ ഈ നോക്കൂ, വസ്തുവിനും ഇമേജിനും ഒരേ വലുപ്പമാണെങ്കിൽ എന്തുണ്ടാവുക? ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഒന്നായിരിക്കും. വലുപ്പം ഇമേജിനാണ് കൂടുതലെങ്കിൽ എന്തുണ്ടാവുക? മാഗ്നിഫിക്കേഷൻ ഒന്നിനേക്കാൾ കുറവായിരിക്കും. ഒന്നിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിലോ ഇമേജ് വളരെ വലുതായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോന്നിനും നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നമ്മുടെ പ്രതിബിംബം എന്ന് പറയുന്നത് വലുതായിരിക്കും, പിന്നെ മിഥ്യാ പ്രതിബിംബമായിരിക്കും, വെർച്വൽ ഇമേജ് ആയിരിക്കും. ഒരിക്കൽ മാത്രം, അതായത് നിങ്ങളുടെ ചെയ്തു വരുമ്പോൾ ശ്രദ്ധിക്കുക, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടുത്തെ ഇമേജ് എന്തായിരിക്കും? അത് റിയൽ ഇമേജ് ആയിരിക്കും, അതായത് യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. ഇതും കൂടി നിങ്ങൾക്ക് ഓർമ്മിച്ചിട്ട് ഈ പാഠത്തിലെ ഏറെക്കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. അതായത് നമ്മുടെ പാഠം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏതാനും ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് വരുന്നത് പ്രകാശത്തിന്റെ തന്നെ വേറൊരു ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കാം. അത് പ്രകാശത്തിന്റെ അപവർത്തനം അഥവാ റിഫ്ലക്ഷൻ. നോക്കൂ, 4:35. അപ്പൊ ഒന്നാമത്തെ പാഠം കഴിഞ്ഞു. രണ്ടാമത്തെ പാഠം നോക്കൂ, പ്രതിപതനം കഴിഞ്ഞു. ഇനിയുള്ളത് അപവർത്തനം. ശ്രദ്ധിക്കുക, നമുക്ക് ഇനി പറയാൻ പോകുന്നത് പ്രകാശം പല വഴിയിലൂടെ സഞ്ചരിക്കും. പ്രകാശം നമുക്ക് പോകുന്ന വഴികളിലൊക്കെ പ്രകാശത്തിന്റെ വേഗതയ്ക്ക് വ്യത്യാസമുണ്ട്. പ്രകാശം സഞ്ചരിക്കുന്ന മാധ്യമങ്ങൾ, പ്രകാശത്തിനെ കടത്തിവിടുന്ന മാധ്യമങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സുതാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ്.
പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ വിളിക്കും ഒപ്പേക്ക് ഒബ്ജക്റ്റ് അഥവാ അതാര്യ വസ്തുക്കൾ. അപ്പൊ സുതാര്യ വസ്തുക്കളായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? വായു, ജലം, ഇതൊക്കെ സുതാര്യ വസ്തുക്കളിൽ പെടും അല്ലെ? അങ്ങനെയാണെങ്കിൽ പ്രകാശം എല്ലായിടത്തിലൂടെയും ഒരേ വേഗതയിലാണോ സഞ്ചരിക്കുന്നത്? ഈ ലൈറ്റിന്റെ നമുക്ക് പഠിച്ചിട്ടുണ്ട്, ഒരു എയറിലൂടെ വെലോസിറ്റി എത്രയാണ് പ്രകാശത്തിന്റെ? വായുവിലൂടെ സഞ്ചരിക്കുന്ന പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് എത്രയാണ്? 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 3 അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ടത്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് പ്രകാശത്തിന്റെ വേഗത. ശൂന്യതയിലും വായുവിലും ഉള്ള വേഗത ഇതാണ്. എന്നാൽ ഇതാണോ യഥാർത്ഥത്തില് ജലത്തിലൂടെ പോകുമ്പോ ഉണ്ടാവുക? അല്ല. ഇതാണോ ഗ്ലാസ്സിലൂടെ പോകുമ്പോ ഉണ്ടാവുക? അല്ല. അപ്പൊ ഇതിനനുസരിച്ചിട്ട് നമുക്ക് പ്രകാശത്തിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. There is a deviation in the path when light travels from one medium to another. എന്താ ഇതിന് കാരണം? പ്രത്യേകിച്ച് കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ്? പ്രകാശത്തിന്റെ വെലോസിറ്റി, വേഗത എന്ന് പറയുന്നത് ഓരോ മാധ്യമത്തിലും വ്യത്യസ്തമാണ്. അപ്പൊ അത് കാണിക്കുന്ന ആ മാധ്യമത്തിന്റെ ഒരു പ്രത്യേകതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത. പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ആ സാന്ദ്രതയുമായി ബന്ധപ്പെട്ടതല്ല. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് മാസ് ബൈ വോള്യൂം, വ്യാപ്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാന്ദ്രത പഠിച്ച, അതും ഇതുമായിട്ട് ബന്ധമില്ല ശരിക്കും. അപ്പൊ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് ഈ പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ആ മാധ്യമത്തിന്റെ ഒരു പ്രത്യേകത. ഇത് രണ്ടും വ്യത്യാസമായിരിക്കും. വായുവിന്റെ പ്രകാശിക സാന്ദ്രതയല്ല ജലത്തിനുള്ളത്, അതല്ല ഗ്ലാസിനുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ട് പ്രകാശം വിവിധ മാധ്യമങ്ങളിലൂടെ വിവിധ വേഗതയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് പ്രകാശം പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെയാണോ പോകേണ്ടത്? പക്ഷേ ഇതിന് ചെറിയൊരു ഡീവിയേഷൻ വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മള് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. What is the refraction of light എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നത് എന്താണ്? When light travels from one medium to another, there is a deviation in its path. അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ, അപവർത്തനം. ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ. അപ്പൊ അതിന് നിയമങ്ങളുണ്ടോ? അതിനും തീർച്ചയായിട്ടും നിയമങ്ങളുണ്ട്. അപ്പോൾ പ്രതിപതനം പറഞ്ഞ പോലെ തന്നെ നമുക്ക് നിയമങ്ങളുണ്ട്. എന്താണ് അതിന്റെ നിയമം എന്ന് പറയുന്നത്? പ്രകാശക സാന്ദ്രത. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പ്രകാശിക സാന്ദ്രതയിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് ഉണ്ടാകുന്നത്. ഇതില് നമ്മൾ വരുന്ന രശ്മിയെ നമ്മൾ നേരത്തെ പോലെ തന്നെ പതനരശ്മി എന്ന് പറയും. പതനരശ്മിയും പ്രതിപതന രശ്മിയും. അപ്പൊ ഈ ഭാഗത്തെ കോണിനെ നമ്മൾ പതന കോൺ അഥവാ ഇൻസിഡന്റ് ആംഗിൾ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ഇതിനെ നമ്മൾ ഇവിടെ ലംബം വരച്ചു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തന കോൺ എന്ന് നമ്മൾ പറയും. അങ്ങനെ രണ്ടും നമ്മൾ പറയുമ്പോ ഈ തമ്മിലുണ്ടാവുന്ന, ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ് ഇതിൽ പറയുന്നതെങ്കിൽ, ഈ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പതനരശ്മിയും അപവർത്തനരശ്മിയും അവയ്ക്കിടയിൽ വരയ്ക്കുന്ന ലംബവും ഒരേ തലത്തിലായിരിക്കും. The incident ray, refracted ray, normal at the point of incidence should lie in the same plane. രണ്ടാമത്തെ നിയമം, അതിനെ നമ്മൾ വിളിക്കുക സ്നെൽ നിയമം എന്നാണ്. സ്നെൽസ് ലോ. എന്താ അത് പറയുന്നത് വെച്ചാല്, സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അതായത് ഈ ആംഗിളിന്റെ, നമ്മൾ ത്രികോണമിതി പഠിച്ചിട്ടുണ്ട് കണക്കില്, ട്രിഗണോമെട്രി. അതിൽ പറയുന്നുണ്ട് സൈൻ എന്താണ്, അതിന്റെ സൈനും ഇതിന്റെ സൈനും തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിര സംഖ്യയായിരിക്കും. ഒരു സ്ഥിര സംഖ്യയായിരിക്കും. ഈ സ്ഥിര സംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപവർത്തനാങ്കം അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. Sin I by sin R is a constant and that is known as refractive index.
ഇതിനെ വിളിക്കുന്ന പേരാണ് സ്നെൽസ് ലോ. അപ്പൊ രണ്ട് നിയമമാണ്, ഒന്ന് ഒരേ തലത്തിലായിരിക്കും, രണ്ടാമത്തത് സ്നെൽസ് ലോ. sin I by sin R is a constant. ഇത് എവിടെയാണ് ഈ n എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തില്? നമ്മൾ നേരത്തെ പറഞ്ഞു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അവ എന്താണെന്ന് പറയുന്നത്, അവ പറയുന്ന പേര് നമുക്ക് നോക്കി വന്നപ്പോഴാണ് മനസ്സിലായ ഒരു കാര്യം. ഇത് വേറൊന്നുമല്ല, ഒരു മാധ്യമത്തിലെ പ്രകാശത്തിന്റെ വേഗതയും മറ്റേ മാധ്യമത്തിലെ പ്രകാശത്തിന്റെ വേഗതയും തമ്മിലുള്ള അനുപാതമാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തില് ഒരു മാധ്യമത്തിന്റെ പ്രകാശത്തിന്റെ വേഗതയെ മറ്റേ മാധ്യമത്തിന്റെ പ്രകാശത്തിന്റെ വേഗതയും കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആപേക്ഷിക, അതോ ഒന്നിനെ അപേക്ഷിച്ച് മറ്റതിന്റെ വേഗത, അതിനെ നമ്മൾ വിളിക്കും ആപേക്ഷിക അപവർത്തനാങ്കം. അപ്പൊ ഈ sin I by sin R is a constant എന്നുള്ളത് നമുക്ക് കിട്ടുന്നത് നമുക്ക് അപവർത്തനാങ്കാണ്, അത് ആപേക്ഷിക അപവർത്തനം. അങ്ങനെയാണെങ്കിൽ ഇപ്പോ നമുക്ക് പറയാവുന്ന വേറൊരു കാര്യമുണ്ട്. എന്ത് മാറ്റമാണ് ഒരു വസ്തുവിൽ നിന്ന്, ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലേക്ക് വരുമ്പോൾ ഇവയുടെ പ്രകാശിക സാന്ദ്രതയ്ക്കനുസരിച്ചിട്ട് എന്ത് മാറ്റമാണ് വരിക? അപ്പൊ നമ്മള് ഏതെങ്കിലും ഒന്നിനെ നമ്മൾ നമുക്കൊരു ആധാരമാക്കിയിട്ട് എടുക്കാം. നമുക്ക് വായുവിനെ ആധാരമാക്കി എടുക്കാം, അല്ലെങ്കിൽ ശൂന്യതയെ ആധാരമാക്കിയിട്ടാം. അപ്പൊ ശൂന്യതയിലെ പ്രകാശത്തിന്റെ വേഗത c ആണ്. അങ്ങനെയാണെങ്കിൽ അവയെ നമ്മൾ എന്ത് വിളിക്കും? അതായത് വായുവിലെ പ്രകാശത്തിന്റെ വേഗത ബൈ ഒരു മാധ്യമത്തിലെ, ഇപ്പൊ ജലം, ഒരു മാധ്യമത്തിന്റെ പ്രകാശിക വേഗത, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ കേവല അപവർത്തനാങ്കം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ കോൺസ്റ്റന്റിനെ, ഒരു മാധ്യമത്തിന്റെ കേവല അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ n സമം c ബൈ v. അതായത് പ്രകാശത്തിന്റെ വേഗത, വായുവിലെ പ്രകാശത്തിന്റെ വേഗത ബൈ ആ മാധ്യമത്തിലെ പ്രകാശത്തിന്റെ വേഗത. അവ തമ്മിലുള്ള അനുപാത സംഖ്യ അല്ലെങ്കിൽ റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അത് ഓരോന്നിനും വ്യത്യാസം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പൊ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ 1.5, ഇങ്ങനെ ഓരോന്നിന്റെയും നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് വെച്ചിട്ടുള്ള കണക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയാൽ മാത്രമേ, ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. അതിലുള്ള ഓരോ കണക്കുകളും ചെയ്തു നോക്കണം. അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, പറഞ്ഞു തരാൻ തയ്യാറാണ്. അപ്പൊ നമുക്ക് ഇനി അതിൽ വരാൻ പോകുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്കാണ് പ്രകാശം പോകണമെങ്കിലോ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡെൻസർ റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയം, when light travels from rarer medium to denser medium, എന്ത് സംഭവിക്കും? ലൈറ്റ് റേ deviates towards the normal. ഇവിടെ ഈ ചിത്രത്തിൽ തന്നതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പ്രകാശം യഥാർത്ഥത്തിൽ പോകേണ്ടത് ഇങ്ങനെയാണ്. എന്നാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇത് നേരെ ഈ ലംബത്തിനോട് അടുക്കുന്നു. എപ്പോൾ? പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് വരുമ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നു. എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ? ഇപ്പോ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. താഴത്തുള്ളത് പ്രകാശിക സാന്ദ്രത കൂടിയതാണ്. നോക്കൂ, ഇതൊരു ലംബം വരച്ചു. ഇവിടെ നിന്ന് ലൈറ്റ് ഇങ്ങനെ പോകുന്നു. ശ്രദ്ധിച്ചു നോക്കുക. ഇതിനെ അങ്ങോട്ടാണ് ലൈറ്റ്. ഇപ്പൊ ഇവിടെ ഇത് ഡെൻസർ മീഡിയം, ഇത് റയറർ മീഡിയം, അതായത് പ്രകാശിക സാന്ദ്രത കൂടി. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ വെള്ളത്തിൽ നിന്ന് വായുവിലേക്ക് അവിടെ പ്രകാശിക സാന്ദ്രതയിൽ വരുന്ന മാറ്റം എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്ത് നോക്കാൻ പറ്റും? നോക്കൂ, യഥാർത്ഥത്തിൽ ഇത് പോകേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലംബത്തിൽ നിന്നും അകലുന്നു. നോക്കൂ, ഇറ്റ് ഡീവിയേറ്റ്സ് away from the normal. ലൈറ്റ് ഇങ്ങനെ പോകുന്നത് നേരെയാണ് പോകേണ്ടത്, പക്ഷെ എന്ത് ചെയ്യുന്നു? ലംബത്തിൽ നിന്ന് അകലുന്നു. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി ശ്രദ്ധിച്ചു നോക്കൂ, ഇത് കുറച്ചുകൂടി കൂട്ടിയാലോ? വീണ്ടും ഇത് കുറച്ചുകൂടി കൂട്ടിയാലോ? വീണ്ടും ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസില് ഇത് നോക്കൂ,
ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് മാധ്യമങ്ങൾ തമ്മിലുള്ള സെപ്പറേഷനിലൂടെ സഞ്ചരിക്കും. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി. എപ്പോൾ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിൽ പോകുമ്പോൾ ആ ഒരു പ്രത്യേക കോണളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ അഥവാ ക്രിട്ടിക്കൽ കോൺ. ക്രിട്ടിക്കൽ കോൺ. അപ്പോൾ ആ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയാലോ, ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയാൽ എന്താ സംഭവിക്കുക? ഇത് സാധനം നേരെ തിരിച്ചിങ്ങനെ വരും. ഏതാ ഡെൻസർ മീഡിയ വെച്ചാല് ആ ഡെൻസർ മീഡിയത്തിലേക്ക് തന്നെ വരും. ഈ ഒരു ഫിനോമിനനെ, ഈ ഒരു പ്രതിഭാസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൂർണ്ണാന്തര പ്രതിപതനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. റിഫ്ലക്ട് ചെയ്യണേ. പൂർണ്ണാന്തര പ്രതിപതനം. Total internal reflection. When light ray travels from denser medium to rarer medium, when the angle of incidence is greater than critical angle, then total internal reflection. എപ്പോഴാണോ പ്രകാശിക സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വരുമ്പോ ഇത് വളരെ വലിയ ഒരു കുറേ നമ്മളെ ജീവിതത്തില് നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങള് മഴവില്ല് കണ്ടിട്ടുണ്ടോ? മഴവില്ല് കാണാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലെ? അല്ലെങ്കിൽ എന്തായാലും പോയിട്ട് കാണും. മഴവില്ല് കാണാന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. എന്താ മഴവില്ലിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പറഞ്ഞുതരാം. അതുകൂടാതെ വേറൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളുടെ ഇപ്പോഴത്തെ മഴവില്ലിന്റെ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഈ സമയത്ത് അതിനെ പറ്റി പറയുന്നില്ല. നോക്കൂ, നിങ്ങള് ഇന്നത്തെ രീതിയിൽ ഓപ്റ്റിക് ഫൈബർ എന്ന് കേട്ടിട്ടുണ്ടോ? ഓപ്റ്റിക് ഫൈബർ കേബിൾ. ഒപ്റ്റിക് ഫൈബർ കേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇപ്പൊ കേബിൾ ശൃംഖലകൾ മുഴുവനും അതാണ്. എന്താ ഒപ്റ്റിക് ഫൈബർ കേബിളിന്റെ തത്വം എന്ന് പറഞ്ഞാൽ? എന്താ അതിന്റെ പിന്നിലുള്ള ഫിസിക്സ്? ഇതൊന്നും വേണ്ട, നമ്മളെ എൻഡോസ്കോപ്പി ചെയ്യാറില്ലേ? വയറിന്റെ ഉള്ളിലേക്ക് നമ്മളൊരു ട്യൂബ് ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യാറില്ലേ? ഇതിലൊക്കെ ഉപയോഗിക്കുന്ന തത്വം എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താണ് അവിടെ നടക്കുന്നത്? ഇതിന്റെ ഉള്ളില് ഒരു ഒപ്റ്റിക് ഫൈബറിന്റെ ഉള്ളിലാണ്. ഒപ്റ്റിക് ഫൈബറാണ് നമ്മൾ ചെയ്യുന്നത്. ശസ്ത്രക്രിയയൊക്കെ നമ്മള് ഇപ്പൊ ലൈറ്റും ക്യാമറയൊക്കെ നമ്മുടെ വയറിനുള്ളിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അതാണ് എൻഡോസ്കോപ്പി. ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല, രണ്ട് മാധ്യമങ്ങളായിരിക്കും. ഒന്ന് ഡെൻസർ മീഡിയവും മറ്റത് റയറർ മീഡിയവും. ഒന്ന് ഡെൻസിറ്റി കൂടും, പ്രകാശിക സാന്ദ്രത കൂടും. അപ്പൊ ക്രിട്ടിക്കൽ നമ്മൾ ഇവിടുന്ന് ഒരു ലൈറ്റിനെ വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാവും, ഇവിടെ വെച്ചിട്ട് പ്രതിഫലനം. ഇവിടെ എത്തുമ്പോൾ വീണ്ടും ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കും, ഇവിടെ വെച്ചിട്ട് ഇവിടെ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതൽ സംഭവിക്കും, അപ്പോൾ ഇവിടെ വെച്ചിട്ട്. ഇങ്ങനെയാണ് ഒപ്റ്റിക് ഫൈബർ കേബിളിന്റെ പ്രവർത്തനം. അപ്പൊ ഇവിടെ കൊടുക്കുന്ന ലൈറ്റ് ഇവിടെ. അപ്പൊ നമ്മൾ ഈ ഒപ്റ്റിക് ഫൈബർ കേബിൾ നമ്മൾ എല്ലാ ഇന്നത്തെ വാർത്താവിനിമയ മാർഗങ്ങളിൽ മുഴുവനും ഒപ്റ്റിക് ഫൈബർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ കേബിൾ ശൃംഖലകളും അതാണ്. അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഊർജ്ജം. നമുക്ക് വളരെ കുറഞ്ഞ ഊർജ്ജം മതി, വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും, കുറെ എണ്ണം നടത്താൻ പറ്റുന്നൊക്കെയാണ്. പല പല തരത്തിലുള്ള ഇതുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒപ്റ്റിക് ഫൈബറുകള് ഈ പറയുന്ന പൂർണ്ണാന്തര പ്രതിപതനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതല്ലാതെ വേറൊരു സാധനമാണ് നമ്മൾ പഠിക്കുന്ന സാധനമാണ് ലെൻസുകൾ. എന്താ ലെൻസുകളുടെ പ്രത്യേകത? അതുകൂടി പറഞ്ഞിട്ട് ഈ പാഠത്തിൽ വരുന്നത് ലെൻസുകളാണ്. നമ്മളുടെ സമയം 4:50 ആയിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണ് ഇത് കൂട്ടി കൂടുതൽ എടുക്കുകയാണ്. നമ്മുടെ ലെൻസുകൾ പ്രധാനമായിട്ടും 2 തരം ലെൻസുകളാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോളത്തിന്റെ ഭാഗങ്ങളാണ്. ഒന്ന് കോൺകേവും മറ്റേത് കോൺവെക്സ്. കോൺകേവിന്റെയും കോൺവെക്സിന്റെയും പ്രത്യേകതകൾ എന്താണ് നോക്കൂ. ഇതൊരു ഗോളമാണ്, ഇതും ഒരു ഗോളമാണ്. 2 ഗോളങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കുന്നതാണ്. ഇതിന്റെ സെന്റർ ഭാഗത്തിനെ നമ്മൾ വിളിക്കും ഒപ്റ്റിക് സെന്റർ, പ്രകാശിക കേന്ദ്രം. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഇതിലുണ്ടാവുന്നത് ഒരു കോൺവെക്സ് ലെൻസിനെ സംബന്ധിക്കുന്നോളം നമ്മൾ നേരെ വരുന്ന ലൈറ്റ് രശ്മികള് നേരെ നോക്കൂ. ഇതൊരു കോൺവെക്സ് ലെൻസിന്റെ കാര്യം പറയാം ആദ്യം. പ്രകാശരശ്മികള് ഒരു പ്രത്യേക ബിന്ദുവില്, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. കോൺകേവ് ലെൻസിനാണെങ്കിൽ നേരെ വരുന്ന രശ്മികള്
ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്നാണ് പോകുന്നത് എന്ന് തോന്നിക്കുമാറ് തിരിച്ചു തിരിക്കും. അപ്പൊ ഇവിടെയാണ് ഇതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇതാണ് ഫോക്കസ്. അപ്പൊ ഈ പോളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഒപ്റ്റിക് സെന്റർ ആണ് ഇവിടെ ഉള്ളത്, ഒപ്റ്റിക് സെന്ററിൽ നിന്നുള്ള ദൂരത്തിനെ ഫോക്കസ് ദൂരം എന്ന് വിളിക്കും. ഇവിടെയും ഇതിനെ നമ്മൾ ഫോക്കസ് ദൂരം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു, ഇമേജ് ഡിസ്റ്റൻസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു, ഇമേജ് ഡിസ്റ്റൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുവും വിയും. ഇതിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ്? നേരത്തെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന് തന്നെ പോയി നോക്കുക. കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ, അതായത് കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്നത് അനന്തതയിലാണ്, ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഫോക്കസിലാണ് ഇമേജ് ഉണ്ടാവുക. ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഫോക്കസിൽ ഇമേജ് ഉണ്ടാവും. ഫോക്കസിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇൻഫിനിറ്റിയിൽ ഇമേജ് ഉണ്ടാവും. 2f, അതായത് ഒരു കോൺവെക്സ് ലെൻസിന്റെ എഫ് ഇവിടെയാണ്, തിരിച്ച് ഒരു എഫും കൂടി കഴിഞ്ഞ് 2f, ഇതാണ് 2f. ഇവിടെയാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ തിരിച്ച് 2f-ൽ തന്നെ ഇമേജ് ഉണ്ടാവും. എഫിനും 2f-നും ഇടയിലാണെങ്കിൽ 2f-ന്റെ അപ്പുറത്ത് നമുക്ക്, അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പട്ടിക തന്നെയുണ്ട്, നിങ്ങൾ അത് അതേപോലെ നോക്കിയിട്ട് പഠിച്ചാൽ മതി. ഇതാണ് കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ. കോൺകേവ് ലെൻസിന്റെയോ? കോൺകേവ് ലെൻസിന് നേരെ തിരിച്ചാണ്, ഒരൊറ്റ ഒന്നേ ഉണ്ടാവുന്നുള്ളൂ, അത് വെർച്വൽ ഇമേജ് ആണ്. അതിന്റെയും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാഠം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കോൺകേവ് ലെൻസിന്റെയും കോൺവെക്സ് ലെൻസിന്റെയും ഇമേജ് ഫോർമേഷനും നമ്മൾ ദർപ്പണത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അതിൽ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ലെൻസിന്റെ ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ. ശ്രദ്ധിക്കുക, ലെൻസിന്റെ നമ്മുടെ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതികൾ അതേപോലെ തന്നെയാണ്. ഒപ്റ്റിക് സെന്ററിൽ നിന്നും എല്ലാ അളവുകളും തുടങ്ങണം. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇടത്തോട്ടുള്ള അളവുകളെ നെഗറ്റീവായിട്ടും വലത്തോട്ടുള്ള അളവുകളെ പോസിറ്റീവായിട്ടും എടുക്കും. മുഖ്യ അക്ഷത്തിന് പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്കുള്ളവയെല്ലാം പോസിറ്റീവായിട്ടും പ്രിൻസിപ്പൽ ആക്സിസിന് താഴേക്കുള്ളവയെല്ലാം നെഗറ്റീവായിട്ടും എടുക്കും. ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഇൻ ലെൻസ്. പിന്നെയോ അങ്ങനെയാണ്. കൂടാതെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ അഥവാ ആവർധനം എന്ന് പറയുന്നത് നമ്മള് ദർപ്പണത്തിൽ v/u -v/u എന്നുള്ളതാണ് പഠിച്ചതെങ്കിൽ ഇവിടെ v/u. ഇതാണ് മാഗ്നിഫിക്കേഷൻ. ഒരു കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കോൺകേവ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു റിയൽ ആണ്, യഥാർത്ഥമാണ്, നമ്മൾ കണ്ടു. കോൺകേവ് ലെൻസിന്റെ എന്ന് പറഞ്ഞാൽ അത് മിഥ്യയാണ്. അതേപോലെ തന്നെ എന്താണ് പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ പ്രതിബിംബമാണ്. നമുക്ക് ഉണ്ടാവുന്ന റിയൽ ഇമേജ് ആണ് ഉണ്ടാവുന്നത് വെച്ചാൽ അതിന്റെ എം എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ വെർച്വൽ ഇമേജ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ, അതായത് ഒരു മിഥ്യ പ്രതിബിംബമാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിലെ എം എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ലെൻസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇതിലേക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ സമയം എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് പ്രകാശത്തിന്റെ പ്രതിപതനവും കഴിഞ്ഞു, പ്രകാശത്തിന്റെ അപവർത്തനവും കഴിഞ്ഞു. ഇനി നമ്മൾ നേരിട്ട് ആറാമത്തെ പാഠം, നമ്മളുടെ കാഴ്ച. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ്, വളരെ ചെറിയ പാഠമാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം നിത്യജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ കാഴ്ചയുടെ വർണ്ണ ലോകം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ കണ്ണിലൂടെ കാണുന്നു. കണ്ണിലൂടെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമുക്ക് യഥാർത്ഥത്തില് കാഴ്ച എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നു, ഒരു വസ്തുവിൽ തട്ടിയ പ്രകാശം പ്രതിഫലിച്ച് കണ്ണിലേക്ക് വരുന്നു. നമുക്ക് ലെൻസ് ഉണ്ട്. എനിക്ക് കണ്ണട ഉപയോഗിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലെൻസിലൂടെ എന്റെ കണ്ണിന്റെ റെറ്റിനയില് തലകീഴായിട്ട് ഒരു പ്രതിബിംബം ഉണ്ടാക്കും. ആ പ്രതിബിംബത്തിൽ നിന്ന് പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബയോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ എന്തുണ്ട്, ചില ആവേഗങ്ങൾ അല്ലെ, വൈദ്യുത സിഗ്നലുകൾ നമ്മുടെ തലച്ചോറിലേക്ക് എത്തും. അപ്പൊ നിങ്ങൾ പറയും ഇതാ ഇയാളെ കാണുന്നു. അങ്ങനെയാണ് നമ്മുടെ പ്രതിബിംബം. അത് പറഞ്ഞതിന്റെ ഭാഗമായി നമ്മുടെ തലച്ചോറ് പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. ഇങ്ങനെ രണ്ട് കണ്ണുകളാണ് നമുക്കുള്ളത്.
അപ്പൊ ഈ കണ്ണിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. നമ്മുടെ ഏറ്റവും അടുത്ത് നിന്ന് കാണുന്ന ഏറ്റവും അടുത്ത് നിന്ന് എത്രത്തോളം കാണാം, ഇതിൽ കൂടുതൽ അടുത്തായി കഴിഞ്ഞാൽ നേരാവണ്ണം കാണാൻ പറ്റില്ല. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിയർ പോയിന്റ്. നമുക്ക് കാണാവുന്ന, കൃത്യമായി കാണാവുന്ന ഏറ്റവും അടുത്ത ആ അകലത്തിനെ വിളിക്കുന്ന പേരാണ് നിയർ പോയിന്റ്. എന്നാൽ ഏറ്റവും അകന്ന് നമുക്ക് കാണാവുന്ന ആ ദൂരത്തിനെയാണ് ഫാർ പോയിന്റ്. അങ്ങനെ രണ്ട് വസ്തുക്കൾ ദൂരാണ്, ഒന്ന് നിയർ പോയിന്റ്, മറ്റത് ഫാർ. സാധാരണയായിട്ട് ഇപ്പൊ എന്റെയൊക്കെ കണ്ണിനൊക്കെ പ്രശ്നമില്ലാത്ത സാധാരണ നല്ല മനുഷ്യന്മാരുടെ കാര്യത്തില് എന്തായിരിക്കും, നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്, അനന്തതയാണ്, ഒരേ ദൂരെ എന്നുള്ളത് നമുക്ക് കാണാം. എന്നാൽ അപ്പൊ എങ്ങനെയൊക്കെയാണ് അത് പറ്റണത്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, നമ്മുടെ ലെൻസിനെ നമ്മൾ സാധാരണത്തെ രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് പരീക്ഷണങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലെൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക ചെയ്യുക. എന്നാൽ കണ്ണിന്റെ ലെൻസിന് അത് മാറാൻ പറ്റില്ല. പക്ഷെ കണ്ണിന്റെ ലെൻസിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് ഈ സ്ക്രീനിൽ, റെറ്റിന എന്ന് പറയുന്ന സ്ക്രീനിൽ ഇതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെൻസ് ഒരു പണിയെടുക്കുന്നുണ്ട്. അതിന്റെ കർവേച്ചർ, അതിന്റെ വക്രതയിൽ മാറ്റം വരുത്താൻ നമ്മുടെ കണ്ണിനൊരു കഴിവുണ്ട്. കൃത്യമായിട്ട് എത്ര ദൂരെയുള്ളതായാലും നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ആ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. മലയാളത്തിൽ അതിനെ സമഞ്ജനക്ഷമത എന്ന് പറയും. അപ്പൊ കണ്ണിന്റെ സമഞ്ജനക്ഷമത, അതിന് പ്രത്യേകം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സീലിയറി മസിലുകളൊക്കെ പടക്കൂടിയിട്ട് അതിനനുസരിച്ചിട്ട് മാറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലത് നമുക്ക് ഇപ്പൊ നോക്കൂ, ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ചില ആളുകൾക്ക് അടുത്തു നിന്ന് കാണാൻ കഴിയില്ല. അകലെയുള്ളത് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പൊ അവരുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് മാറും. അതിന് കാരണം നമ്മുടെ കണ്ണിന്റെ കൃത്യമായിട്ട് നമ്മുടെ റെറ്റിനയിൽ പതിയാൻ പറ്റാത്തൊരവസ്ഥ. ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദീർഘദൃഷ്ടി അഥവാ ലോങ് സൈറ്റ്. എന്നാൽ എന്നെ പോലെയുള്ള കുറെ ആളുകൾക്ക് എന്റെ ദൂരെയുള്ളത് കാണാൻ പ്രയാസമുണ്ട്, എന്നാൽ അടുത്തുള്ളത് കാണാൻ വലിയ പ്രയാസമില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ്, നിയർ സൈറ്റഡ്നെസ്. ഒന്ന് ലോങ് സൈറ്റ്, മറ്റത് നിയർ സൈറ്റഡ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ പരിഹരിക്കുക എങ്ങനെയാണ്? ഇവിടെയൊക്കെ കൃത്യമായ ഷോർട്ട് സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് പരിഹരിക്കും. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കും. അപ്പൊ അതിന്റെ പവർ, നമ്മൾ അത് ലെൻസിന്റെ കാര്യത്തിൽ പറയേണ്ട ഒരു കാര്യമായിരുന്നു. പവർ എന്താണ്? പവർ, ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണാം? അപ്പൊ ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ, ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം നമ്മൾ പറഞ്ഞു, ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം ഇപ്പൊ എഫ്, ഈ ദൂരമാണ് എന്ത്? ഫോക്കസ് ദൂരം. ഈ ഫോക്കസ് ദൂരത്തിനെ മീറ്ററിൽ പറയുക. അതിന്റെ റെസിപ്രോക്കൽ, വിൽക്രമം ആണ് നമ്മൾ അതിനെ ഡയോപ്റ്റർ എന്ന് പറയുന്നത്. ഡയോപ്റ്റർ എന്നാണ് യൂണിറ്റ്. അപ്പൊ 1/f. ഇതിനനുസരിച്ചിട്ട് നമ്മൾ കണ്ണിന്റെയൊക്കെ ലെൻസിന്റെ പവറുകൾ പറയും. അപ്പൊ നെഗറ്റീവ് ആയിരിക്കും ഒരു കോൺകേവ് ലെൻസിന് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ലെൻസ്, അപ്പൊ ഷോർട്ട് സൈറ്റിന് കോൺകേവ് ലെൻസും പിന്നെ ലോങ് സൈറ്റിന് നമ്മൾ കോൺവെക്സ് ലെൻസുമാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക. ഇതൊന്നും അല്ലാത്ത വേറൊരു പ്രശ്നം നമുക്ക് വരാറുണ്ട്. കുറെ പ്രായമൊക്കെ ആയവർക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഈ കണ്ണിന്റെ സമഞ്ജനക്ഷമതയ്ക്ക് മാറ്റം വരും. ഈ സീലിയറി മസിലുകൾക്കൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ട് വയസ്സായി കഴിഞ്ഞുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതിനെ നമ്മൾ പറയുന്ന പേര് വെള്ളെഴുത്ത്. അത് കണ്ണിന്റെ സമഞ്ജനക്ഷമതയ്ക്ക് വരുന്ന മാറ്റം. ഇത്രയും നമ്മൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഇനി അത് കൂടാതെ നമ്മൾ കാണുന്ന വേറെ ചില കാഴ്ചകളുണ്ട്. വർണ്ണ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതാണ് വിവിധ തരം നിറങ്ങൾ, പലതരത്തിലുള്ള ലൈറ്റുകൾ. നമ്മുടെ ലൈറ്റ് എങ്ങനെയാണ്? പ്രത്യേകതരം ലൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു ലൈറ്റും വേറെ ലൈറ്റും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? ആ ലൈറ്റില് ഒന്നിലധികം വർണ്ണങ്ങൾ കൂടിയാൽ ആ വർണ്ണത്തിനെ നമ്മൾ വിളിക്കുക. അപ്പൊ നമുക്ക് ഇത് നീല, ഇത് മഞ്ഞ. ഈ മഞ്ഞ എന്ന് പറയുന്നത് നീല തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാല്, നീല എന്ന് പറയുന്നത് ഒരൊറ്റ നിറാണ്, ബ്ലൂ. എന്നാൽ മഞ്ഞ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് 2 നിറങ്ങൾ കൂടിയതാണ്. അത്തരത്തിലുള്ളവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമന്വിത പ്രകാശം. ഒന്ന് സമന്വിത പ്രകാശം, അത് കോമ്പോസിറ്റ് ലൈറ്റ്.
രണ്ടിലധികം വർണ്ണങ്ങൾ കൂടിയ, രണ്ടോ അതിലധികമോ വർണ്ണങ്ങൾ കൂടിയാൽ അത് കോമ്പോസിറ്റ് ലൈറ്റ്. എന്നാൽ ഈ കോമ്പോസിറ്റ് ലൈറ്റ് ചില മാധ്യമത്തിലൂടെ പോകുമ്പോൾ, ഉദാഹരണത്തിന് പ്രിസത്തിലൂടെ പോകും. അപ്പൊ ഏതൊക്കെ നമുക്കറിയാവുന്ന കോമ്പോസിറ്റ് ലൈറ്റ്? ഏറ്റവും നല്ല കോമ്പോസിറ്റ് ലൈറ്റ് ഒന്നാണ് വൈറ്റ് ലൈറ്റ്, നമ്മുടെ സൂര്യനിൽ നിന്ന് വരുന്ന ദൃശ്യപ്രകാശം. അതിൽ 7 നിറങ്ങൾ കൂടിയിട്ടുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇവ 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെ ഇങ്ങനെ പരന്ന് കിടക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രകാശം നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു മാധ്യമത്തിലൂടെ പോകുമ്പോ വേറൊരു മാധ്യമത്തിലേക്ക് എത്തുമ്പോ 7 നിറങ്ങളും വേറെ വേറെ ആയിട്ട് പോകും. അതിനെ വിളിക്കുന്ന പേരാണ് പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ. The splitting up of a composite light into its constituent colors is called dispersion അഥവാ പ്രകീർണനം. ഇത് പല സ്ഥലത്തും നമ്മൾ കാണാറുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, മഴവില്ല് കാണാറുണ്ടോ? മഴവില്ലിൽ എന്താ സംഭവിക്കുന്നത്? ഒരു പ്രകാശത്തുള്ളിയിലൂടെ പ്രകാശം കടന്നു വരികയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പ്രകാശം വരുമ്പോ അത് 2 മാധ്യമത്തിലൂടെ കടന്നു പോകുന്നു. വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് കടന്നു. പിന്നെ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇവിടെ പൂർണ്ണാന്തര പ്രതിപതനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നു. വീണ്ടും വെള്ളത്തിൽ നിന്ന് വായുവിലേക്ക് വരുന്നു. അപ്പോഴത് പ്രകീർണനം ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ വെള്ള ലൈറ്റ് എന്തായി മാറും? 7 നിറങ്ങളായിട്ട് മാറും. ഇത് എല്ലാ പ്രകാശത്തുള്ളികളും ഒരേ കോണളവാണ് നമ്മൾ നോക്കണം. മനുഷ്യനെ കണ്ടുണ്ടാക്കുമ്പോഴാച്ചാലോ വയലറ്റ് ഒക്കെ ഒരു ഭാഗത്തായിട്ട് കാണും, ഇൻഡിഗോ വേറെ ഭാഗത്തായി കാണും, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇങ്ങനെ ഒരു മഴവില്ല്, ഒരു വില്ല് പോലെ വളഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് മഴവില്ലിന്റെ പ്രത്യേകത. ഇനി ഇതല്ലാതെ ഒരുമിപ്പിച്ചാലോ, ഒരു പ്രസവത്തിന്റെ കൂടെ ഞാൻ ഇങ്ങനെ വേറൊരു പ്രസവം കൊടുത്താലോ ഇവയെല്ലാം കൂടിച്ചേരും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരത്തെ പറ്റി നമ്മൾ പറയാറുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത വെച്ചാൽ, നമ്മുടെ കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കാണുന്ന ദൃശ്യാനുഭവം, വിഷ്വൽ എഫക്റ്റ് 16 സെക്കൻഡ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ 16 സെക്കൻഡ് അത് തങ്ങി നിൽക്കും. അതിനെ വിളിക്കുന്ന പേരാണ് വീക്ഷണ സ്ഥിരത, പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. ഈ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മളൊരു ഡിസ്കിൽ, ന്യൂട്ടൺ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാ നിറങ്ങളും കൂടിയിട്ട് ഒരു ഡിസ്കിൽ എഴുതിയിട്ട് ഒന്നിച്ചിട്ട് കറക്കി. അപ്പൊ എന്താ ഉണ്ടാവുക? ഈ 16 സെക്കൻഡ് കൊണ്ട് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് നമ്മൾ കാണുമ്പോൾ അത് ഒരുമിച്ചിട്ട് ഒറ്റ നിറമായിട്ട് നമുക്ക് തോന്നും, വെള്ള നിറമായിട്ട് തോന്നും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോമ്പിനേഷൻ, അതായത് പുനഃസംയോജനം. ഇത് നമ്മൾ പലയിടത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഈ വീക്ഷണ സ്ഥിരത, സിനിമ ഇതിന്റെ ഒരു ഉദാഹരണം. നമ്മളിങ്ങനെ ഒരാളെ തല്ലണത് വേറെ വേറെ പല തരത്തിലുള്ള ചിത്രങ്ങൾ എടുത്തിട്ട് ഒരുമിച്ച് കാണിക്കുമ്പോൾ നമ്മളിത് ഒന്നിച്ചിട്ടാണ് തോന്നുന്നത്. നമ്മള് ലൈറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ, ഫാനൊക്കെ തിരിയുമ്പോൾ നമുക്കിങ്ങനെ എല്ലാത്തിലും ഫാനുള്ള പോലെയൊക്കെ തോന്നുന്നത് ഈ പറയുന്ന സാധനമാണ് വീക്ഷണ സ്ഥിരത. ഇനി ഇതിൽ തന്നെ വേറൊരു സാധനമാണ്, നമ്മൾ വേറൊന്നും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പോവാണ് ഈ പാഠം. അതായത് വിസരണം. നേരത്തെ പറഞ്ഞത് വിസരിത, 2 തരം പ്രതിപതനം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ക്രമപ്രതിപതനവും മറ്റേത് വിസരിത പ്രതിപതനം. അതിന് യാതൊരു നിയമവും. ഇപ്പൊ പ്രകാശം തട്ടി തിരിച്ചു പോകും. എവിടെ? അതാര്യ വസ്തുക്കൾ ഏതുമായിക്കോട്ടെ, പൊടിയായിക്കോട്ടെ, കണ്ണായിക്കോട്ടെ, എവിടെ തട്ടിയാലും പ്രകാശം പലതരത്തിൽ ചിന്നിച്ചിതറി പോകുന്ന ആ പ്രതിഭാസത്തിനെ പറയുന്നവരാണ് സ്കാറ്ററിങ് അഥവാ വിസരണം. സ്കാറ്ററിങ് ആവുക, എന്താ സ്കാറ്റേർഡ് ആയി പോവുക. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പ്രകാശം ചിന്നിച്ചിതറി പോകുന്നു. അങ്ങനെ ചിന്നിച്ചിതറി പോകുന്നതിന്റെ ഒരു പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക്. ആകാശത്തിന്റെ നീല നിറത്തിന് ഉദാഹരണം വിസരണമാണ്. എന്താ കാരണം? സ്കാറ്ററിംഗ് ആണ് നീല നിറം. കാരണം ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുക തരംഗദൈർഘ്യം കുറഞ്ഞ, അതായത് വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റുകൾക്കാണ്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. അപ്പൊ ലൈറ്റ് വരുമ്പോ ഇവ എല്ലായിടത്തിലും സ്കാറ്റർ ചെയ്ത് പോകും. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോ ആകാശം നീല നിറം, നമ്മൾ കടല് നീല കടലായിട്ട് തോന്നും. ഇതിന്റെ തന്നെ വേറൊരു പ്രതിഭാസമാണ് ഉദയ സൂര്യൻ. നമ്മൾ രാവിലെ കാണുന്ന സൂര്യനും വൈകുന്നേരം കാണുന്ന സൂര്യന്റെ നിറം. എന്താ കാരണം? രാവിലെയും വൈകുന്നേരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, പ്രകാശം നമ്മുടെ ഭൂമി തിരിയണതിനനുസരിച്ചിട്ട് പ്രകാശം കൂടുതൽ ദൂരം സഞ്ചരിക്കണം. നട്ടുച്ചയ്ക്കുള്ള പോലെ അല്ല രാവിലെയും വൈകുന്നേരത്തും പ്രകാശത്തിന്. അപ്പൊ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേവ് ലെങ്ത് കുറഞ്ഞ പ്രകാശങ്ങൾ എന്ത് ചെയ്യും? സ്കാറ്ററിങ് ചെയ്തു. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ. പിന്നെ അപ്പൊ ബാക്കിയുള്ളത് ഏതൊക്കെ വരിക? യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ ഇതൊക്കെ പാടെ കൂടിയത് മാത്രമേ നമ്മളുടെ കണ്ണിലേക്ക് എത്തൂ. അപ്പൊ നമുക്ക് തോന്നും ഈ സാധനം സൂര്യൻ അതാ ചുവന്ന് ഇങ്ങനെ തുടുത്ത് നിൽക്കണു എന്ന് നമുക്ക് തോന്നും. ഇതിന്റെ ഒരു വേറൊരു എഫക്റ്റ്. അതായത് നമ്മൾ പറയുന്ന വിസരണത്തിന്റെ ഒരു പ്രത്യേകത.
ഇനി ഇതല്ലാത്ത വേറൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഈ രാവിലെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ ഉണ്ടാവും, ഒരു ഓട്ടയെ കൂടെ വെയിൽ ഇങ്ങനെ വരുമ്പോൾ കണ്ടില്ലേ, ചെറിയ പൊടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്, ഒരു പ്രൊജക്ടറൊക്കെ അടിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിലേക്ക് പൊടികൾ മാത്രം നമുക്ക് ഇങ്ങനെ ദൃശ്യമാകും. നമ്മളുടെ ചിത്രങ്ങൾ പലതരത്തിലുള്ള കാടിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മൾ അതിന് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളൊക്കെ ദൃശ്യമാകും. ഇതിനെ വിളിക്കുന്ന പേര് ടിൻഡൽ എഫക്റ്റ് എന്നാണ്, ടിൻഡൽ പ്രഭാവം. ഇതും ഈ വിസരണത്തിന്റെ ഒരു കാരണമാണ്, പ്രകാശം തട്ടിയിട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ ഇങ്ങനെ 3 ഭാഗങ്ങളാണ് അതിൽ പഠിക്കുന്നത്: പ്രകീർണനം, വിസരണം, നമ്മുടെ കണ്ണിന്റെ പ്രത്യേകത. ഇത്രയും ഭാഗങ്ങളോട് കൂടിയിട്ട് ആ പാഠം കഴിഞ്ഞു. ഇനി ചെറിയൊരു പാഠമാണ് നിങ്ങൾ പഠിക്കേണ്ടത്, വളരെ കുറഞ്ഞ കാര്യമാണ്, അതുകൂടി പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ്. അത് പ്രധാനമായിട്ടും ഊർജ പരിപാലനമാണ്. പ്രകാശത്തിൽ നിന്ന് മാറിയിട്ടുള്ള സാധനമാണ്. ആ ഊർജ പരിപാലനത്തില് എന്താണ് ഇന്ധനം? ഇന്ധനം എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ടും കത്തുമ്പോ നമുക്ക് താപോർജം കൂടുതലായിട്ട് തരുന്നതിനെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുക. അപ്പൊ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? പലതരത്തിൽ നമ്മൾ ഇന്ധനമായിട്ട് എന്തും കത്തും എന്ന് കരുതിയിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. കൂടുതൽ ചൂട് തരണം. അപ്പൊ 1 കിലോഗ്രാം പദാർത്ഥം കത്തിയാൽ എത്ര ചൂട് തരുന്നുണ്ടോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കലോറിക മൂല്യം അഥവാ കലോറിഫിക് വാല്യൂ. ഈ കലോറിഫിക് വാല്യൂവിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ധനങ്ങൾ തിരഞ്ഞെടുക്കുക. എങ്ങനെ നല്ല ഇന്ധനങ്ങൾ തിരഞ്ഞെടുക്കുക? അത് നമുക്ക് എളുപ്പം ലഭ്യമാവണം. ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ വേണം, അപകടം ഉണ്ടാവരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ തന്നെ ഇന്ധനങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് 2-3 തരംതിരിക്കാൻ പറ്റും. ഒന്നാണ് പുനഃസ്ഥാപിക്കാൻ പറ്റും, നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. മറ്റതോ പുനഃസ്ഥാപിക്കാൻ പറ്റാത്തത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളൊന്നും പുനഃസ്ഥാപിക്കാൻ പറ്റാത്തവയാണ്. അതായത് പെട്രോള്, ഡീസൽ, ഇതൊക്കെ ഫോസിൽ ഇന്ധനങ്ങളാണ്. മറ്റത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ് നമ്മളുടെ പ്രകാശം. ജലത്തിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബയോഗ്യാസ്, ഇതൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. പിന്നെ വേറൊരു സാധനമുണ്ട്, ന്യൂക്ലിയർ ഇന്ധനങ്ങൾ. ഈ ന്യൂക്ലിയർ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഒരു ന്യൂക്ലിയസിൽ നിന്നുണ്ടാക്കുന്ന ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രവർത്തനങ്ങളുണ്ട്. ഇത് നടത്തിയിട്ട് നമ്മൾ ഊർജം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഇന്ധനങ്ങൾ. അപ്പൊ ഈ നമ്മുടെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാം, ബയോഗ്യാസ് ഉണ്ടാക്കാം, സൗരോർജം ഉണ്ടാക്കാം. എന്നാൽ ഫോസിൽ ഇന്ധനങ്ങളാണെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. അതിൽ തന്നെ ഇന്ധനങ്ങളെ വീണ്ടും നമുക്ക് തരംതിരിക്കാൻ പറ്റും. പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കുന്നവയെ നമ്മള് ബ്രൗൺ എനർജി എന്ന് വിളിക്കും. പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കാത്തവയാണെങ്കിൽ സൂര്യോർജ്ജം, സോളാർ പാനലുകൾ നമ്മൾ എത്ര വെച്ചാലും പരിസ്ഥിതിക്ക് യാതൊരു ദോഷം ഉണ്ടാവില്ല. അവയെ നമ്മൾ ഗ്രീൻ എനർജി അഥവാ ഹരിതോർജ്ജം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് വായിച്ചു നോക്കണം. എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൽ തന്നെ പ്രധാനമായിട്ട് പെട്രോളിയം എന്തൊക്കെയാണ്, അതില് LPG ഒക്കെ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടുണ്ട്. നമ്മളുടെ സമയം ഇപ്പോ 5:09 ആയിട്ടുണ്ട്, 10 മിനിറ്റ് നമ്മൾ അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വായിച്ചു നോക്കുക. ഇത് വളരെ കുറഞ്ഞൊരു പാഠമാണ്. നിങ്ങൾക്ക് ഇപ്പൊ 7 പാഠങ്ങളും നമ്മൾ വളരെ വേഗത്തിലാണെങ്കിലും നമ്മൾ ഓടിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നമ്പർ എഴുതുന്നു. നിങ്ങൾ കൂട്ടുകാരെല്ലാവരും മറ്റുള്ളവരോട് പറയുക, പഠിക്കുക, നന്നായി പഠിച്ച് ഏറ്റവും കൂടുതൽ വലിയ ഗ്രേഡുകൾ കരസ്ഥമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, രഞ്ജിത്ത് ഭീമനാണ്. എൻ്റെ നമ്പർ ഒരിക്കൽ കൂടി പറയട്ടെ, 9446484222 94 46 484 222. എല്ലാവർക്കും ആശംസിക്കുന്നു.